കഴിഞ്ഞ തലമുറകളേക്കാൾ ഒരുപക്ഷെ ദൈവഭയം, ദൈവഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു തലമുറയിലായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. ഈ തലമുറയിൽ ദൈവഭയം, ദൈവത്തെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുതരം നാണക്കേടായിട്ട്, അത് ബുദ്ധിക്ക് നിരക്കാത്തൊരു പഴഞ്ചൻ പരിപാടിയായിട്ടാണ് ഒത്തിരി പേര് കാണുന്നത്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വളരെ അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ ദൈവസന്നിധിയിൽ നമുക്കിരിക്കാൻ സാധിച്ചതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്ന് ബൈബിൾ പറയുന്നത് പോലെ നമുക്ക് ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കർത്താവിനെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ഓരോരുത്തർക്കും കർത്താവ് അതിനുള്ള ശക്തിയും ബലവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ സ്പോൺസർ വെഞ്ഞാറമൂട് നിന്ന് സിസ്റ്റർ ശാന്തകുമാരി. താങ്ക് യു സിസ്റ്റർ ശാന്തകുമാരി. ഇന്ന് കൊച്ചുമകൻ ദേവഷിൻ്റെ 6ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദൈവ പൈതലായിട്ട് വളരുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും അധികമായിട്ട് അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചില ആളുകളൊക്കെ ഇങ്ങനൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ദൈവം നിങ്ങൾക്കൊരു നന്മ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിക്കൊണ്ടോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും അത് അനേകർക്ക് ഒരനുഗ്രഹമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ആഴ്ചയിൽ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ക്യാമ്പ് നമ്മുടെ കൊച്ചി ബ്ലെസ്സിങ് ടുഡേ ചേർച്ച് വെച്ച് തുടങ്ങിയാണ്. ടീൻസ് ക്യാമ്പ്. ഇതുവരെ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ എത്തിച്ചേരുക. കർത്താവ് അതിനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദയവായി കടന്നു വരിക. ഈ 2 ദിവസങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ വെള്ളിയാഴ്ച, അതായത് ഈ വരുന്ന 2 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെയുള്ള മറ്റന്നാൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ദുബായിൽ വെച്ചിട്ട് നടക്കുന്ന അതിശക്തമായിട്ടുള്ള മീറ്റിംഗ്. പാസ്റ്റർ ഡാമിയൻ ആൻ്റണി ശുശ്രൂഷിക്കുകയാണ്. ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. അൽനാദിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. ദയവായി കടന്നു വരിക. അപ്പോൾ തന്നെ ഈ ശനിയാഴ്ച നമുക്ക് വളരെ ശക്തമായിട്ടുള്ള മീറ്റിംഗ്, നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. കുറേ നാളായി നമ്മളങ്ങനെ അവിടെ വന്നിട്ട് തന്നെ. അതുകൊണ്ട് പലയിടത്തു നിന്നൊക്കെ ഇതിന് മുന്നമേ വന്നുകൊണ്ടിരുന്ന പല ആളുകളുമുണ്ട്. ദയവായി അവിടേക്ക് കടന്നു വരിക. നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് കാണാനും നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറായിട്ടാണ് ഞങ്ങൾ 3 പേരും അവിടെ കടന്നു വരാനായിട്ട് പോകുന്നത്. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൽ ഞാൻ അത് ഉറപ്പായിട്ട് നിങ്ങളോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക്, വചന സന്ദേശങ്ങളിലേക്കുമാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ ആരാധനയിലേക്ക് കടക്കാം. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരം മേറിയാലും യേശു രക്ഷകനൻ താങ്ങും തണലുമായി, അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവീ
അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ഓ ശാരോനിൻ പനി നീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ഓ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 15 വെനസ്ഡേ. ഡിവോഷണൽ ഡയറി എടുക്കുക, ആ പേജിലേക്ക് പോവുക. ഇന്നത്തെ ഫോക്കസ് വേർഡ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ജ്ഞാനവും വിവേകവും രണ്ടും ചേർന്നാണ്. കഴിഞ്ഞ മാസം നമ്മളിതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, നോളജ്, ഇത് മൂന്നും. എന്നാൽ ഇവിടെ ഇടയ്ക്ക് ചിലത് ആവർത്തിച്ച് വരും. പക്ഷേ പേടിക്കണ്ട, അത് നമുക്ക് ആവർത്തനം വിരസമായിട്ടെടുക്കാതെ ആവർത്തനത്തിൻ്റെ അകത്തുള്ളൊരു ബ്ലെസ്സിങ് കാണുക. അത് നമുക്ക് വളരെ നന്നായി ഗ്രഹിക്കാനും പഴയത് ഓർക്കാനും ഒക്കെ അത് മുഖാന്തരം ഇടയാകും. വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരും പറയുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ജ്ഞാനവും വിവേകവും സദൃശവാക്യങ്ങൾ 2:6. അതാണ് ഫോക്കസ് വേഴ്സ്. ഫോർ ദ ലോർഡ് ഗീവ്സ് വിസ്ഡം. കർത്താവ് നമുക്ക് ജ്ഞാനം നൽകുന്നു. ഫ്രം ഹിസ് മൗത്ത് കം നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അവൻ്റെ അധരത്തിൽ നിന്നാണ് നമുക്ക് ഇത് രണ്ടും, പരിജ്ഞാനവും വിവേകവും വരുന്നത്. ഡെക്ലറേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കുക. ഹെവൻലി വിസ്ഡം ഗൈഡ്സ് മീ ടുഡേ. സ്വർഗീയമായ ജ്ഞാനം ഇന്നെന്നെ നടത്തുന്നു, വഴി നടത്തുന്നു. ഐ വാക്ക് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഓൾ ഐ ഡു. ഞാൻ ചെയ്യുന്നതിലൊക്കെയും ഞാൻ വിവേകത്തോടുകൂടെ നടക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഡയറിയിൽ നോക്കി ഇന്നത്തേത് വായിച്ച് ടിക്ക് ചെയ്യണേ. നമുക്കിതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനവും വിവേകവും. നമ്പർ 1 കുറിച്ച് വയ്ക്കുക. വിസ്ഡം കംസ് ഫ്രം ഗോഡ് ആസ് ദ സോഴ്സ്. ഇത് കേൾക്കുന്നവർ കമൻറ്റ് സെക്ഷനിൽ കൂടെ ടൈപ്പ് ചെയ്തൊക്കെ ഇടണേ. എല്ലാവരും ചെയ്യുക. ഒത്തിരി പേര് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നൊരു പ്ലാറ്റ്ഫോമാണല്ലോ ആ കമൻറ്റ് സെക്ഷൻ. അതിലെല്ലാവരും ആക്റ്റീവായിട്ട് ടൈപ്പ് ചെയ്തിടണം. എഴുതുന്നവർ എഴുതുക. ചിലപ്പോൾ രണ്ടും കൂടി ചെയ്യാൻ പറ്റാത്തവർ നോ പ്രോബ്ലം. ഇതിന് ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്തത്, എഴുതിയത് ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് അതിൻ്റെ സംക്ഷിപ്ത രൂപമെങ്കിലും ഇട്ടാലും മതി. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഗ്രഹിക്കാൻ പറ്റി, എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇടാം. നമ്പർ 1, വിസ്ഡം കംസ് ഫ്രം ഗോഡ് ആസ് ദ സോഴ്സ്. ദൈവത്തെ ഉറവിടമാക്കിക്കൊണ്ടാണ് ജ്ഞാനം വരുന്നത്. അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണ്. ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണ്. ഇതാണ് ഫണ്ടമെൻ്റലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർ ദ ലോർഡ് ഗീവ്സ് വിസ്ഡം. കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം നൽകുന്നത് ദൈവമാണ്. ജ്ഞാനം നൽകുന്നത് ദൈവമാണ്. ഇനി ട്രൂ വിസ്ഡം ഈസ് നോട്ട് മിയർലി ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണ വരുന്നൊരു കാര്യമാണ്. മാനുഷികമായൊരു ബുദ്ധിവൈഭവം ഉണ്ടല്ലോ, അതാണ് ജ്ഞാനമെന്ന് ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ട്. ഇൻ്റലിജൻസ്, IQ ലെവൽ അല്ല ജ്ഞാനത്തെ നിർവചിക്കുന്നത്. ഇറ്റ് ഈസ് ഡിവൈൻ ഇൻസൈറ്റ്. ജ്ഞാനമെന്ന് പറയുന്നത് ദൈവികമായൊരു ഉൾക്കാഴ്ചയാണ്. ഇത് രണ്ടാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്കും അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലാത്തവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും IQ കാണും. IQ ജന്മന കിട്ടുന്ന
ബ്രെയിനിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണല്ലോ IQ, ഇൻ്റലിജൻസ് കോഷ്യൻസ്. എന്നാൽ അതല്ല. വിസ്ഡം എന്ന് പറയുന്നത് അതേ അല്ല. വളരെ ബുദ്ധിരാക്ഷസനായ ഒരാൾ ജ്ഞാനിയാകണമെന്നില്ല, ഒരു നിർബന്ധവുമില്ല. അപ്പോൾ ഈ ബുദ്ധിയെ ഒരിക്കലും ജ്ഞാനമായിട്ട് കാണരുത്. ഇൻ്റലിജൻസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വിസ്ഡം. ഇതിനെ പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ഡിവൈൻ ഇൻസൈറ്റാണ്, ദൈവികമായി നമുക്ക് ലഭിക്കുന്നൊരു ഉൾക്കാഴ്ചയാണ്. ചില വചനങ്ങൾ നോക്കുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ, ഇഫ് എനി വൺ ലാക്സ് വിസ്ഡം ആസ്ക് ഗോഡ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, ദൈവമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ചോദിച്ചാൽ കിട്ടും. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ അൺടു യു, മാത്യു 7:7. മത്തായി 7:7 കർത്താവ് തന്നെ പറഞ്ഞു, ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ദൈവത്തോട് ചോദിക്കുക. കാരണം ദൈവമാണ് ഉറവിടം, ദൈവമാണ് സ്രോതസ്, ആൻഡ് ഹീസ് ദ ഗിവർ ഓഫ് വിസ്ഡം. ചോദിച്ചാൽ അവന് ജ്ഞാനം പകരാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്ന പേരിൽ തന്നെ ഒരു ആത്മാവുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ നമ്മളത് കാണുന്നു. 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ഈ സ്പിരിറ്റ് ഓഫ് വിസ്ഡം നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന് സാധിക്കും. Proverbs 9:10, സദൃശവാക്യങ്ങൾ 9:10, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് യഹോവ ഭക്തിയാണ്, ദൈവഭക്തിയാണ്. ഇപ്പോൾ IQ വർദ്ധിപ്പിക്കാൻ വേണ്ടി പലരും പലതും ചെയ്യും. IQ ഒന്ന് ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒന്നുണ്ട്, എന്നാൽ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒത്തിരി പരിപാടികൾ ജനങ്ങൾ ചെയ്തെന്നിരിക്കും. എന്നാൽ ഇവിടെ ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറയുമ്പോൾ IQവുമായി, ബുദ്ധി വൈഭവവുമായി, ബ്രില്യൻസുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊന്നാണ് വിസ്ഡം. അതിൻ്റെ തുടക്കം എവിടെയാണ്? ദ ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയമാണ്. ആധുനിക മനുഷ്യന് ദൈവഭയം ഇല്ലാതാകുന്നു. കഴിഞ്ഞ തലമുറകളേക്കാൾ ഒരുപക്ഷെ ദൈവഭയം, ദൈവഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു തലമുറയിലായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. എക്കാലത്തും ദൈവഭയമില്ലാത്തവരുണ്ടായിട്ടുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ഈ തലമുറയിൽ ദൈവഭയം, ദൈവത്തെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരം നാണക്കേടായിട്ട്, അത് ബുദ്ധിക്ക് നിരക്കാത്തൊരു പഴഞ്ചൻ പരിപാടിയായിട്ടാണ് ഒത്തിരി പേര് കാണുന്നത്. പക്ഷേ ബൈബിൾ മാറ്റമില്ലാത്ത വചനം, മത്തായി 24:35, ഒരിക്കലും മാറാത്ത, ആകാശം ഭൂമി മാറിയാലും മാറാത്ത ഈ വചനം പറയുന്നത്, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അതിൻ്റെ അർത്ഥം ദൈവഭയമില്ലാത്ത, ദൈവഭക്തിയില്ലാത്ത, ദൈവത്തോട് ആദരവില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ സർക്കിളിൽ നിങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ ജ്ഞാനമില്ലാത്തൊരു വ്യക്തി അയാളങ്ങ് മാറ്റിയിട്ടേക്കുക. ഹി ഹാസ് നോ വിസ്ഡം അറ്റ് ഓൾ. എക്ലീസിയാസ്റ്റസ് 2:26 നോക്കുക. സഭാപ്രസംഗി 2:26, ഗോഡ് ഗിവ്സ് വിസ്ഡം, നോളജ് ആൻഡ് ഹാപ്പിനെസ്. ഗോഡ് ഗിവ്സ് വിസ്ഡം, നോളജ് ആൻഡ് ഹാപ്പിനെസ്. ദൈവം ഇത് മൂന്നും നൽകുന്നവനാണ്. ഏതെല്ലാം? ജ്ഞാനം, പരിജ്ഞാനം, സന്തോഷം. ഇതെല്ലാം നൽകുവാൻ ദൈവത്തിന് സാധിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഒത്തിരി വിവരങ്ങൾ അറിയാമായിരിക്കാം, ഒത്തിരി കാര്യങ്ങൾ അയാൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ മേക്ക് പുവർ ഡിസിഷൻസ്. എന്നാൽ അയാൾ പലപ്പോഴും വളരെ അഭ്യസ്തവിദ്യരായ ആളുകൾ വളരെ മോശം തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എന്തുകൊണ്ട്? ജ്ഞാനമില്ല. ജ്ഞാനത്തോടു കൂടിയ തീരുമാനമെടുക്കാതെ ഒത്തിരി ഡിഗ്രികളുള്ളവരും അറിവുണ്ടെന്ന് പറയപ്പെടുന്നവരും വളരെ പുവർ ഡിസിഷൻസ് എടുത്ത് വലിയ പ്രശ്നങ്ങൾ ചെന്ന് പതിക്കാറില്ലേ? So wisdom is not about knowing more or gathering more information. It is about knowing what to do. എന്താണ് പ്രായോഗികമായി ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവ്, എന്നുള്ള അറിവ് കൊണ്ടുവരുന്നതാണ് ജ്ഞാനം. അതല്ലാതെ കുറേയധികം കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് GK, ജനറൽ നോളജ്, പൊതുവായി കുറേ കാര്യങ്ങളുടെ വിവരശേഖരണം, അതല്ല ബൈബിളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. നമ്പർ 2, അണ്ടർസ്റ്റാൻഡിങ് ഗിവ്സ് ക്ലാരിറ്റി ടു ലൈഫ്. അണ്ടർസ്റ്റാൻഡിങ് ഗിവ്സ് ക്ലാരിറ്റി ടു ലൈഫ്.
എന്നാൽ വിവേകം, ഇത് രണ്ടും ചേർത്താണല്ലോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇനി എന്താണ് വിവേകം? വിവേകമാണ് ജീവിതത്തിന് വ്യക്തത നൽകുന്നത്, ലൈഫിലൊരു ക്ലാരിറ്റി നൽകുന്നത് വിവേകമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ വചനത്തിൽ കാണുന്ന ഫ്രം ഹിസ് മൗത്ത് കം നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അവൻ്റെ വായിൽ നിന്നാണ് ജ്ഞാനവും വിവേകവും പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായിൽ നിന്നാണ്. ഈ അണ്ടർസ്റ്റാൻഡിങ് അഥവാ വിവേകം നമുക്ക് വന്നു കഴിയുമ്പോൾ വി ക്യാൻ സീ ക്ലിയർലി, ജീവിതത്തെ കറക്റ്റായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ കഴിയും, ബന്ധങ്ങൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, വി ക്യാൻ ഇൻ്റർപ്രറ്റ് കറക്റ്റ്ലി, വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയും, റെസ്പോണ്ട് വൈസ്ലി, അതുപോലെ ജ്ഞാനത്തോടുകൂടെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം നടക്കണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. സദൃശവാക്യങ്ങൾ 4:7, Proverbs 4:7, ഗെറ്റ് വിസ്ഡം ഗെറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അവിടെ വ്യക്തം ഒരു കമാൻഡ്മെൻറ്റ് പോലെ പറഞ്ഞിരിക്കുകയാണ്. ജ്ഞാനം പ്രാപിക്കുക, വിവേകം പ്രാപിക്കുക. ഈ സങ്കീർത്തനങ്ങൾ 119 130 അവിടെ കാണുന്നത് ദി അൺഫോൾഡിങ് ഓഫ് യുവർ വേർഡ്സ് ഗീവ്സ് ലൈറ്റ്. നിൻ്റെ വാക്കുകളാണ്, നിൻ്റെ മൊഴികളാണ്, വചനങ്ങളാണ് പ്രകാശം നൽകുന്നത്. കൊലോസ്യ ലേഖനം 1:9 നോക്കുമ്പോൾ ഫിൽഡ് വിത്ത് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അവിടെയും ക്ലിയറായിട്ട് എടുത്ത് പറയുന്നുണ്ട് പരിജ്ഞാനത്താലും വിവേകത്താലും നിറയുക. ഇതെല്ലാമാണ് ഒരു മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന റിച്ചസ് എന്ന് പറയുന്നത്. ഹലോ കോഴിക്കോട്, ബ്ലെസ്സിങ് ടുഡേ കോഴിക്കോട് വരിക. കുറച്ച് നാളായി വന്നിട്ട് ഞങ്ങൾ ടീമായി വരികയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് കോഴിക്കോട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ശിക്ഷക് സദൻ ഓഡിറ്റോറിയം, റാം മോഹൻ റോഡ്, ചിന്താവളപ്പ്, പാളയം. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ഈ സംഭവം. നിങ്ങൾ വരണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, കുടുംബത്തെ കൊണ്ടുവരിക. ഇതെന്താണ് പരിപാടി എന്ന് പറയാം. ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിസ് ഈസ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ, അനുഗ്രഹത്തിൻ്റെ ഉത്സവമാണ്. എല്ലാവർക്കും വേണ്ടി വ്യക്തിപരമായി ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും, ആരാധനാ ഗീതങ്ങളുണ്ടായിരിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, യേശുവാണ് സൗഖ്യമാക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്കവിടെ കേൾക്കാൻ കഴിയും. ഇതിന് സാക്ഷിയാകാനും, വെറും സാക്ഷിയാകാൻ മാത്രമല്ല, ഇത് അനുഭവിക്കുവാനും ദയവായി നിങ്ങൾ വരണം. അന്നത്തെ ദിവസം ബഹിരാകാശത്തിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, വരാതിരിക്കരുത്, വരണം. ടീമായിട്ടാണ് വരുന്നത്. യു ആർ വെൽക്കം. അവിടെ വെച്ച് കാണാം. ഇപ്പോൾ വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ്, ഈ വിവേകം നമുക്കില്ലെങ്കിൽ ഈവൻ ഗുഡ് ഇൻഫർമേഷൻ ക്യാൻ ലീഡ് ടു റോങ് ഡിസിഷൻസ്. വിവരശേഖരണമെല്ലാം നടത്തി കാര്യങ്ങളെല്ലാം ശരിയാണ്, പക്ഷേ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയരുത്. അപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് കണ്ടത്. ഒന്നാമത് കണ്ടത് വിസ്ഡം വരുന്നത്, വിസ്ഡത്തിൻ്റെ അതായത് ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തോട് ചോദിച്ചാൽ കിട്ടും, ദൈവത്തിൽ നിന്ന് വാങ്ങുക. രണ്ടാമത് നമ്മൾ കണ്ടത് അണ്ടർസ്റ്റാൻഡിങ്. എന്താണത്? ഗീവ്സ് ക്ലാരിറ്റി ടു ലൈഫ്, ജീവിതത്തിന് വ്യക്തത നൽകുന്നത്, ക്ലിയർ ഡയറക്ഷൻസിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് വിവേകമാണ്. മൂന്നാമത് കാണുന്നത് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വർക്ക് ടുഗെദർ. ആദ്യം ജ്ഞാനം പറഞ്ഞു, രണ്ടാമത് വിവേകം പറഞ്ഞു. ഇനി ഇത് രണ്ടും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക, എഴുതുക. വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വർക്ക് ടുഗെദർ. ഇവർ കോവർക്കേഴ്സാണ്. ജ്ഞാനവും വിവേകവും സഹപ്രവർത്തകരാണ്. ഇവർ ഒരുമിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. അതായത് ഇവരെ തമ്മിൽ പിരിക്കാൻ സാധ്യമല്ല. വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആർ നോട്ട് സെപ്പറേറ്റ്, ദേ ഫങ്ഷൻ ടുഗെദർ. ഒരുമിച്ചാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. കാരണം എനിക്കൊന്ന് കഴിഞ്ഞ മാസം ഇതിൻ്റെ വിശദമായി ഞാൻ ഞായറാഴ്ചകളിലൊക്കെ സംസാരിച്ചു. എങ്കിലും ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. വിസ്ഡം നമുക്ക് നൽകുന്ന അറിവ് എന്താണ്? വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്, പ്രായോഗിക തീരുമാനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അണ്ടർസ്റ്റാൻഡിങ് വൈ ആൻഡ് ഹൗ. എന്നാൽ ഈ കോംപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിലാണ് എന്തുകൊണ്ട്, എങ്ങനെ എന്നതിൻ്റെ ഉത്തരം കിട്ടുന്നത്.
അതിൻ്റെ ഡീറ്റെയിലിംഗ്, എന്തുകൊണ്ടിത് ചെയ്യുന്നു, എന്തിനിത് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വരുന്നത് വിവേകത്തിലാണ്. എന്നാൽ ജ്ഞാനമുണ്ടെങ്കിലാണ് എന്താണ് ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നത്. ചില വചനങ്ങൾ കുറിക്കുക. സദൃശവാക്യങ്ങൾ 3:19. Proverbs 3 and verse number 19. By wisdom the Lord laid the earth's foundations. ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് ജ്ഞാനത്താലാണ്. എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ അടിസ്ഥാനം, ദ ഫൗണ്ടേഷൻസ് ഓഫ് ദിസ് എർത്ത്, അതായത് ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉപയോഗിച്ചത് ജ്ഞാനമാണ്. ജ്ഞാനത്താൽ അവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അപ്പോൾ ക്രിയേഷനിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ ഒന്ന് വിസ്ഡമാണ്, ജ്ഞാനമാണെന്നുള്ളത് മറക്കരുത്. ക്രിയേഷൻ, സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ, അതായത് ഈ സൃഷ്ടിപ്പിൽ ഡിസ്പ്ലേഡ് ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. സദൃശവാക്യങ്ങൾ 24:3, Proverbs 24:3. By wisdom a house is built, through understanding it is established. ഇത് ഞാൻ ഒത്തിരി എലാബറേറ്റ് ചെയ്ത് അന്ന് സംസാരിച്ചിരുന്നു. ജ്ഞാനത്താൽ ഒരു ഭവനം പണിയപ്പെടുന്നു, എന്നാൽ അത് സ്ഥിരമാക്കപ്പെടുന്നത്, അത് സ്ഥാപിതമാകുന്നത് വിവേകത്താലാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലോർഡ്സ് വിൽ ഈസ്. അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലോർഡ്സ് വിൽ ഈസ്. എഫെസ്യ ലേഖനം 5:17 അവിടെ വ്യക്തമായി പറയുന്നത് കർത്താവിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയുക. കണ്ടോ, ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലോർഡ്സ് വിൽ ഈസ്. കർത്താവിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയുക. അതിന് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ജ്ഞാനവും വിവേകവും സഹപ്രവർത്തകരാണ്, കോവർക്കേഴ്സാണ്. അവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒന്നില്ലാതെ മറ്റതിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവവചനത്തിലാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്നും നമ്മളത് ഒത്തിരി എടുക്കണം. ഇപ്പോൾ ഒരു കെട്ടിടം പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹി നീഡ്സ് ബോത്ത് ദ ഡിസൈൻ ആൻഡ് ദ നോളജ് ഓഫ് ഹൗ ടു കൺസ്ട്രക്റ്റ്. ഡിസൈൻ വേണം നമ്മുടെ കയ്യിൽ. അപ്പോൾ തന്നെ എങ്ങനെയാണിത് പണിയേണ്ടതെന്നുള്ള പ്രായോഗികമായ വശവും അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും ഉള്ളപ്പോഴാണ് ശരിയായ രീതിയിൽ ആ ബിൽഡിംഗ് പണിയുവാൻ നമുക്ക് സാധിക്കുന്നത്. സോ വിസ്ഡം പ്ലാൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റാബ്ലിഷസ്. അതുകൊണ്ടാണ് വിസ്ഡത്തിന് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് മനസ്സിലാക്കാനും, എന്നാൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്ന അവസ്ഥയിലേക്ക് അത് പോകുന്നതും. നമ്പർ 4, വിസ്ഡം മസ്റ്റ് ബി അപ്ലൈഡ് ഡെയിലി. ഈ ജ്ഞാനം എല്ലാ ദിവസവും നമ്മൾ അപ്ലൈ ചെയ്യണം, പ്രായോഗികമാക്കണം. ജ്ഞാനം എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഒന്നാണ്. ജെയിംസ് ചാപ്റ്റർ 3 verse number 13. ഷോ വിസ്ഡം ബൈ ഗുഡ് ലൈഫ്. യാക്കോബിൻ്റെ ലേഖനം 3:13 അനുസരിച്ച് ഒരു നല്ല ജീവിതത്തിലൂടെ വേണം ജ്ഞാനത്തെ കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ ജ്ഞാനത്തെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരാളുടെ ലൈഫിലേക്ക് നോക്കിയാൽ മതി, അയാൾ വിസ്ഡത്തോടു കൂടിയാണോ ജീവിക്കുന്നത് അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജ്ഞാനം ഉപയോഗിക്കുന്നുണ്ടോ, ദിവസവും ഉപയോഗിക്കുന്നുണ്ടോ? കാരണം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ ദ വൈസ് മാൻ ബിൽഡ്സ് ഓൺ ദ റോക്ക്. യേശു കർത്താവ് 2 വിധ കെട്ടിടം പണിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ കുറിച്ച് അല്ല കർത്താവ് ഉദ്ദേശിച്ചത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്, ഡെയിലി ലൈഫിനെ കുറിച്ചാണ്. ഡെയിലി ലൈഫിൽ ദ വൈസ് മാൻ ബിൽഡ്സ് ഓൺ ദ റോക്ക്, പാറമേൽ പണിയുന്നു. പെട്ടെന്ന് തന്നെ ആത്മീയാർത്ഥപ്രകാരം പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, ആ പാറ ക്രിസ്തുവായിരുന്നു. പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മേൽ പണിയുക. അവിടുത്തെ ഭവനം എന്താണ്? നമ്മുടെ ലൈഫ്, ജീവിതമാണ്. അങ്ങനെയെങ്കിൽ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ക്രിസ്തുവിൻ്റെ മേൽ അടിസ്ഥാനം ആക്കി ജീവിതത്തെ പണിയുക എന്നാണ്.
മണലിന്മേൽ അടിസ്ഥാനമാക്കി പണിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്രിസ്തുവല്ലാത്ത എന്തിൻ്റെ മേൽ വീട് പണിതാലും അഥവാ ജീവിതത്തെ പണിതാലും അത് മണലിന്മേൽ പണിതതിന് തുല്യമാണ്. ക്രിസ്തുവിൻ്റെ മേൽ പണിയുന്ന ഭവനം മാത്രമേ നിത്യതയോളം നിലനിൽക്കുകയുള്ളൂ. അവർക്ക് നിത്യജീവനുള്ളൂ. അവർക്ക് ശാശ്വതമായ ഒരു ഭാവിയുള്ളൂ. മറ്റുള്ളതെല്ലാം തകർന്നു പോകും. ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവാണോ? ക്രിസ്തു എന്ന പാറമേലാണോ ജീവിതം പണിയപ്പെടുന്നത്? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തീരുമാനിക്കുക. ജ്ഞാനമുള്ള വ്യക്തി ക്രിസ്തു എന്ന പാറമേൽ സ്വന്തം ജീവിതത്തെ പണിതുയർത്തുന്നു. 111 സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വചനം നോക്കുമ്പോൾ, വിസ്ഡം ലീഡ്സ് ടു ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ആക്ഷൻ. ജ്ഞാനമാണ് നല്ല വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ നമ്മെ നയിക്കുന്നത് എന്ന് കാണാം. എ റെസിപ്പി ഹാസ് വാല്യൂ ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്ച്വലി യൂസ് ടു കുക്ക്. ഇപ്പോൾ പാചകക്കുറിപ്പുകൾ ഒത്തിരി ഇറങ്ങും. പാചകക്കുറിപ്പുകളുടെ പുസ്തകങ്ങൾ, വലിയ തടിച്ച പുസ്തകങ്ങൾ മേടിക്കാൻ കിട്ടും ബുക്ക് സ്റ്റോളിൽ. റെസിപ്പി എന്ന് വെച്ചാൽ 1000 റെസിപ്പി, 3000 റെസിപ്പിയൊക്കെ. പക്ഷേ അതിന് എ റെസിപ്പി ഹാസ് വാല്യൂ ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്ച്വലി യൂസ് ടു കുക്ക്. ഒരു പാചകക്കുറിപ്പിന് മൂല്യം വരുന്നത് എപ്പോഴാണ്? അത് ഉപയോഗിച്ച് ശരിക്കും കുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ബോട്ടിലൊരു ടൂർ വെച്ചു. നമ്മുടെ ശുശ്രൂഷകരുടെ ടോപ്പ് ലെവലിലൊരു ഗണമെല്ലാം കൂടെ ഒരു ബോട്ട് ടൂർ വെച്ചു. അപ്പോൾ ബോട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇടയ്ക്കുള്ള ബ്രേക്കിൽ ഞാൻ പറഞ്ഞു എല്ലാവരോടും റെസിപ്പി എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു നല്ല റെസിപ്പി, അത് ശരിക്കും ഉള്ള റെസിപ്പി തന്നെയാണ്, നല്ലൊരു റെസിപ്പി വേറെ ആളിൽ നിന്ന് എനിക്ക് കിട്ടിയത്, അത് ഞാൻ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാവരും ബുക്കെടുത്ത് എഴുതാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇത് വെച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നോ, ഞാൻ കുക്ക് ചെയ്യാറില്ല, അത് ഞാനൊരു പരാജയമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവരും എഴുതിയെടുത്തു, പാസ്റ്റർ തന്നതല്ലേ എന്ന് വെച്ച് എഴുതിയെടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പാചകക്കുറിപ്പ് മൂല്യമുള്ളതായി മാറുന്നത് അത് ഉപയോഗിച്ച് കുക്ക് ചെയ്ത് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴാണ്. ഓ കൊള്ളാലോ റെസിപ്പി, അതൊന്നിട്ട് തരുമോ? ഇപ്പോൾ ഒത്തിരി പേര് യൂട്യൂബിലാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ അത് തന്നെ ഡെമോ കാണിക്കുമല്ലോ, അവർ കുക്ക് ചെയ്ത് കാണിക്കും. അപ്പോൾ ഏത് കാര്യത്തിനും പ്രായോഗികമായ ആപ്ലിക്കേഷനിൽ വരുമ്പോൾ മാത്രമാണ് ആ അറിവിന് വാല്യൂ ഉണ്ടാകുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇത് മൂന്നും, ഇപ്പോൾ 2 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങിയാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ വ്യത്യാസം തുടങ്ങും. ഈ മാസം, ദിസ് ഈസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്. അസാധാരണമായ അനുഗ്രഹങ്ങളൊരു മാസമാണിത്. എന്നാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസായി അതിലേക്ക് നടത്തപ്പെടാൻ വേണ്ടി നമുക്കിതെല്ലാം ആവശ്യമാണ്. ഈ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ പോകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ wisdom must be lived out daily to produce results. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം ആക്ടിവേറ്റ് ആകുകയും ജ്ഞാനത്തിലൂടെ തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ചിലർ അയാൾ എന്ത് തീരുമാനം എടുത്താലും ഇങ്ങനത്തെ തീരുമാനം എടുക്കും, ചതിക്കുഴിയിൽ ചെന്നുപെടുന്നു, ട്രാപ്പിൽ ചെന്നുപെടുന്നു, മണ്ടത്തരം തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്ന് പ്രാർത്ഥന, കർത്താവ് എനിക്ക് ജ്ഞാനം നൽകണമേ, കർത്താവ് എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് നൽകണം. ഇന്ന് പ്രാർത്ഥന ആരംഭിക്കണം. ഞാൻ സാറിന് പറയട്ടെ, വേറൊന്നിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതോടുകൂടി എല്ലാം വരും. കിങ് സോളമൻ ചെയ്ത അതേ പ്രാർത്ഥന, പ്രയർ റിക്വസ്റ്റ് ഒന്നേ ഉള്ളൂ, കർത്താവ് ജ്ഞാനമുള്ളൊരു ഹൃദയം താ, ഈ ജനത്തെയൊക്കെ നയിക്കാനും എല്ലാത്തിനും ജ്ഞാനമുള്ളൊരു ഹൃദയം തന്നാൽ മതി. ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ വസിച്ചു. അതോടുകൂടെ രാജ്യം മൊത്തം മാറി. നിങ്ങളുടെ സാമ്രാജ്യം മാറണോ, നിങ്ങളുടെ ലോകം മാറണോ, ജ്ഞാനം കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈ നീട്ടാമോ? കർത്താവ്, ഇന്ന് ഈ വചനം കേട്ട എല്ലാവർക്കും ജ്ഞാനമുണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു, വിവേകമുണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. അത് രണ്ടും ഇവരുടെ ജീവിതത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ
ചില അഡിക്ഷനുകളിൽ നിന്നും കർത്താവ് ചിലരെ പുറത്തെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ പുറത്തു വരട്ടെ. അതുപോലെ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലെ വേദനകൾ സൗഖ്യമാകട്ടെ. ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇന്ന് ഒരു വലിയ ഡെലിവറൻസ് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഹെറിഡിറ്ററി ഡിസീസസ്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ തുടങ്ങി ഇങ്ങനെ വരുന്ന ചില രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കണം. അതിൽ ഡയബറ്റീസ് മുതൽ ഇങ്ങോട്ടുള്ള പല രോഗങ്ങളും, അപസ്മാര രോഗം വരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ഒരു വലിയ സൗഖ്യത്തെ കൽപ്പിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. പശ്ചിമേഷ്യ യുദ്ധം മുറുകുന്നു, അയയുന്നു, അനിശ്ചിതാവസ്ഥയിലാണ്. പക്ഷേ ഈ 17-ാം തീയതി വെള്ളിയാഴ്ച, ഏപ്രിൽ 17 വെള്ളിയാഴ്ച ദുബായ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞാൻ പേഴ്സണലി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ UAE എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി വരിക. കുറച്ച് നാളായിട്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഈ പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടത്തിയിട്ടില്ല. പക്ഷേ വി ആർ ഗോയിങ് ടു കം ടുഗെദർ ആൻഡ് പ്രേ ഫോർ ദ മിഡിൽ ഈസ്റ്റ്. നമുക്ക് ഒരുമിച്ച് വരാം, ദൈവവചനം കേൾക്കണം. പ്രൊഫറ്റിക് ആയിട്ടുള്ള പലതും അന്ന് റിലീസ് ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ ചെയ്യാൻ ദൈവം പ്രാപ്തിയുള്ളവനാണ്. സോ നമ്മളെല്ലാവരും അന്നത്തെ ദിവസം ഒരുമിച്ച് വന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പേഴ്സണൽ പ്രേയറിനൊക്കെ ടൈം എടുത്ത് ഒരു അടിപൊളി ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്ത് പിരിയാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി.